மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. 2023 ഡിസംബർ 16 അന്ന് കേരളത്തിൽ ഒരു ഗംഭീരமான സംഭവം സംഭവിച്ചു. സാക്ഷാൽ സുഷി ശ്യാം ക്ലബ് എഫ്എമ്മിന്റെ ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് പിറന്ന ദിവസം. ഇന്ന് ആ ഡയലോഗ് സത്യമായിക്കാണ് മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ എവർ ടൈം ഗ്രോസർ ടോപ്പ് കളക്ഷൻ ഇത് വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കുന്ന സിനിമയായിട്ട് മാറിയേക്കാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. സീൻ മാറ്റി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, സീൻ മാറ്റി. ഇതാണ് സീൻ മാറ്റൽ എന്നുള്ള കാര്യമാണ് പറയാനായിട്ട്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, 2023 ടോപ്പ് ഗ്രോസ് സിനിമ എന്ന് പറയുന്നത് ഒരു സർവൈവലാണ്. 2024 ആ റെക്കോർഡ് മീറ്റ് ചെയ്തേക്കുന്നതും മറ്റൊരു സർവൈവൽ ത്രില്ലറാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 2025 നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കഥ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ വരാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സിന് ഒരു പാർട്ട് 2 വരാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഒരു കഥ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഇതുവരെ വന്നിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് പറയുന്നത് ഇത്രയാണെന്നുണ്ടെങ്കിൽ ഈ കഥ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സിൻ്റെ ട്രിപ്പിൾ ആണെന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ട്. കാരണം ഹോളിവുഡിലെ തന്നെ വൺ ഓഫ് ദ ഏറ്റവും റിമെമ്പർ ചെയ്യപ്പെടുന്ന ഒരു സിനിമ, ഹോളിവുഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടേക്കുന്ന സിനിമ എന്നിങ്ങനെ ഒരുപാടധികം പേരുകളുണ്ട് ഈ ഒരു സിനിമയുടെ കഥയ്ക്ക്. കാരണം ഇത് യഥാർത്ഥമാണ് കഥ, യഥാർത്ഥമാണ് സർവൈവൽ ത്രില്ലർ. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ഈ കഥ തുടങ്ങുന്ന സമയത്ത് മഞ്ഞുമൽ ബോയ്സിൽ എല്ലാവരും ചോദിച്ചേക്കുന്ന അതേ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രാജ്യം എന്ന് പറയുന്ന അമേരിക്ക പോലുള്ള രാജ്യത്ത് ഒരു കേവ് അടയ്ക്കപ്പെട്ടതിന് ശേഷം കേവിലോട്ട് ആരും പോവാത്ത, ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കേവിൻ്റെ അകത്തോട്ട് എങ്ങനെയാണ് ഇവർ എത്തപ്പെട്ടതെന്നും എങ്ങനെയാണ് അമേരിക്കൻ ഗവൺമെന്റ് പോലും തടഞ്ഞിട്ടായിരുന്ന ഒരു കേവിൻ്റെ അകത്ത് ഇവർ ചെന്ന് പെട്ടതും എന്നുള്ളൊരു കാര്യം എല്ലാവരെയും ഇന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ഉത്താ കൗണ്ടിയിൽ തന്റെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വന്നിരുന്ന ജോൺ ജോൺസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഈ കഥയിലെ സുഭാഷ് എന്ന് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സിന്റെ കഥ നടക്കുന്നത് 2006 നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് 2009. നമ്മളെല്ലാവരും വീടുകളിൽ ഗെറ്റ് ടുഗെദറുകൾ അറേഞ്ച് ചെയ്യാറുണ്ടല്ലേ. അമേരിക്കയിൽ ഉത്താ കൗണ്ടി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത്, ഇദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടില് ജോൺ ജോൺസ് പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്വന്തം കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി തീരുമാനം എടുക്കുകയാണ്, നമുക്ക് ഈ പ്രാവശ്യത്തെ വെക്കേഷൻ ഒന്ന് അടിപൊളിയാക്കണം, അതിനായിട്ട് നമുക്ക് ഉത്താ കൗണ്ടിയിലുള്ള നട്ടുപുട്ടി കേവിലോട്ട് പോകാമെന്നുള്ളൊരു കാര്യം ഇവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്. 1960കളിലാണ് നട്ടുപുട്ടി കേവ് എന്ന് പറയുന്ന ഉത്താ കൗണ്ടിയിലുള്ള ഒരു കേവ് കണ്ടെത്തുന്നത്. ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിരുന്ന, ഉദ്ദേശം ഒരു ദിവസം 5000 തൊട്ട് 25,000 പേരോളം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ഥലം എങ്ങനെയാണ് അടയ്ക്കപ്പെട്ടത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1999 തൊട്ട് 2004 വരെയുള്ള ഒരു കാലഘട്ടം മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നട്ടുപുട്ടി കേവ് എന്ന് പറയുന്ന ഈ കേവിന്റെ അകത്ത് ഒരുപാടധികം കുട്ടികൾ ചെന്ന് പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേവ് ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് ഗവൺമെന്റ് കണ്ടെത്തിയതിനെ തുടർന്ന് അമേരിക്കൻ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, നട്ടുപുട്ടി കേവ് എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുകയാണ്. ഗവൺമെന്റ് ക്ലോസ് ചെയ്തേക്കുന്ന ഒരു കേവ് പിന്നീട് എങ്ങനെയാണ് വീണ്ടും തുറന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാരണം യഥാർത്ഥത്തിൽ അമേരിക്കയിലുള്ള ഉത്താ കൗണ്ടിയിലുള്ള ജനങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. കാരണം അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു നട്ടുപുട്ടി കേവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേവ് അടച്ചതിനെ തുടർന്ന് ഗവൺമെന്റിനെതിരെ ഒരുപാടധികം പ്രൊട്ടസ്റ്റുകളും സമരങ്ങളും മറ്റൊക്കെ അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള ലോക്കൽസുകൾ ഇവർക്കെതിരെ ചെയ്യാണ്. സമര മുറവിടിയുമായിട്ട് അവിടെയുള്ള ആൾക്കാർ ഈ ഒരു കേവിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത സമയത്ത് നട്ടുപുട്ടി കേവ് എന്ന് പറയുന്ന വർഷങ്ങളോളം മടഞ്ഞു കിടന്നിരുന്ന ഒരു കേവ് വീണ്ടും റീഓപ്പൺ ചെയ്യാമെന്നുള്ളൊരു കാര്യം അവിടെയുള്ള ഗവൺമെന്റ് തീരുമാനമെടുക്കുകയാണ്. ഈ ഒരു കേവ് ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് അവിടെയുള്ള വോളണ്ടിയേഴ്സ് ആയിരിക്കും. ഗവൺമെന്റ് തന്നെ നിയമിക്കുന്ന വോളണ്ടിയേഴ്സ് ആയിരിക്കും ഈ ഒരു കേവ് കൺട്രോൾ ചെയ്യുക. ഒരു ഗ്രൂപ്പിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കേവ് എക്സ്പ്ലോറർ ആയിട്ട്, എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു കേവ് എക്സ്പ്ലോറർ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കേവിന്റെ അകത്തോട്ടേക്ക് കയറാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ജോൺ ജോൺസൺ ടീം ഒരു കാര്യം പ്ലാൻ ചെയ്യാണ്. ജോൺ ജോൺസൺ ടീമിൽ വരുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു ടീമിനകത്ത് കേവ് എക്സ്പ്ലോറർ ആയിട്ട് വരുന്ന, എക്സ്പെർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജോൺ ജോൺസിന്റെ പേര് ഈ ഒരു ടീം കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജോൺ ജോൺസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു കേവ് എക്സ്പ്ലോറർ അല്ല, അദ്ദേഹം ഒരു അമേച്വർ ആയിട്ടുള്ള, എക്സ്പെർട്ടൈസ് അല്ലാത്ത, എക്സ്പീരിയൻസ് മറ്റൊന്നുമില്ലാത്ത ഒരു കേവ് എക്സ്പ്ലോറർ ആയിരുന്നു. പക്ഷേ ഈ ടീം ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് ഈ ഒരു കേവിന്റെ അകത്തോട്ടേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും കയറാം എന്നുള്ളൊരു കാര്യം ഇവർ പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കൂടിയിട്ട് ടിക്കറ്റ് മറ്റൊക്കെ എടുത്തുകൊണ്ട് 2009 നവംബർ 24 വൈകിട്ട് 8 മണിയോട് കൂടിയിട്ട് നട്ടുപുട്ടി കേവ് എന്ന് പറയുന്ന ഈ ഒരു കേവിന്റെ എൻട്രൻസ് ഭാഗത്ത് ഇവർ എത്തിച്ചേരാണ്. നട്ടുപുട്ടി കേവ് എന്ന് പറയുന്ന ഈ ഒരു കേവിന് യഥാർത്ഥത്തിൽ 4 ഭാഗങ്ങളാണ് ഇവർക്കുള്ളത്. ഈ 4 കടമ്പകൾ കടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു കടമ്പ ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ നട്ടുപുട്ടി കേവിന്റെ ആദ്യ ഭാഗത്തിന്റെ പേര് എന്ന് പറയുന്നത് ദി ബിഗ് സ്ലൈഡ് എന്ന് പറയുന്ന കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദി ബർത്ത് കനാൽ എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുട്ടി വരുന്നത് അതുപോലെ തന്നെ മാത്രം പോകാൻ പറ്റുന്ന തരത്തിൽ, അതായത് നിരങ്ങി മാത്രം പോകാൻ പറ്റുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ടേക്കുന്ന വളരെയധികം നാരോ ആയിട്ട് ഒട്ടും വിസ്തൃതി ഇല്ലാതെ ഇടുങ്ങി കിടക്കുന്ന ഒരു ഏരിയ ആണ് ദി ബർത്ത് കനാൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത്. ജോൺ ജോൺസൺ ടീമും അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. ഇവർ ഒരു എക്സ്പെഡീഷൻ ആരംഭിക്കുകയാണ്. ആദ്യ ഭാഗമായിട്ടുള്ള ദി ബിഗ് സ്ലൈഡ് എന്ന് പറയുന്ന ഏരിയയിലൂടെ ഇവർ നടന്നു നീങ്ങുന്നു.
ആദ്യ ഭാഗത്ത് ആ ഒരു ഏരിയയിലൂടെ ഇവർ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഒരു കാര്യം പ്ലാൻ ചെയ്യാണ്. ഈ ഒരു ടീമിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ഈ സ്പ്ലിറ്റ് ചെയ്ത ടീമിൽ ഏത് ടീമാണോ ഈ ഒരു കേവിന്റെ അപ്പുറത്തെ ഭാഗത്ത് എക്സിറ്റ് ഭാഗത്ത് ആദ്യം എത്തുന്നത് അവരായിരിക്കും ഈ ടീമിലെ വിജയി എന്നുള്ളൊരു കാര്യം ഇവർ പ്ലാൻ ചെയ്യാണ്. ആദ്യ ഭാഗമായിട്ടുള്ള ഈ ബിഗ് സ്ലൈഡ് എന്ന് പറയുന്ന ഏരിയയിലൂടെ ഇവർ നടന്നു നീങ്ങുന്നു. രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴഞ്ഞു നീങ്ങാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. കാരണം ആ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത പോലെ തന്നെ ഭയങ്കരമായിട്ട് നാരോ ആയിട്ട് ഇടുങ്ങി കിടക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ എഴഞ്ഞു നീങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ജോൺ ജോൺസ് ആ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഇദ്ദേഹം മുന്നോട്ടേക്ക് നീങ്ങും തോറും ഈ ഒരു ഏരിയയുടെ വിസ്തൃതി വീണ്ടും വീണ്ടും ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്ന പോലെ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്. അതായത് ആദ്യമൊക്കെ എഴുതി നീങ്ങേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങും തോറും ഇദ്ദേഹത്തിന് എഴയാൻ പോലും ഒരു അവസ്ഥയില്ലാത്ത തരത്തിൽ അത്രയധികം ഇടുങ്ങിയേക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നു. സംശയം തോന്നി ഇദ്ദേഹത്തിന്റെ സ്വന്തം മാപ്പ് എടുത്ത് നോക്കിയ സമയത്താണ് ഇതൊരു കാര്യം മനസ്സിലായത്. ഇദ്ദേഹം പോയേക്കുന്ന വഴി എന്ന് പറയുന്നത് യഥാർത്ഥ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഒരു വഴിയല്ല. ആ മാപ്പിൽ കാണിച്ചിരിക്കുന്ന യഥാർത്ഥ വഴിയേക്കാൾ 45 ഡിഗ്രി മാറിയാണ് ഇദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവാണ്. മുന്നോട്ടേക്ക് പോയ സമയത്ത് ജോൺ ജോൺസ് ഒരു കാര്യം മനസ്സിലാക്കാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വിസ്തൃതമായ ഒരു ഏരിയ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും യൂട്ടേൺ എടുത്തുകൊണ്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം പ്ലാൻ ചെയ്യാണ്. അങ്ങനെ തുടർന്ന് മുന്നോട്ടേക്ക് എഴഞ്ഞു നീങ്ങാനായിട്ട് ശ്രമിക്കുന്നു. വളരെ ഇടുങ്ങിയൊരു വഴിയായതുകൊണ്ട് തന്നെ എഴയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പിന്നീടും അദ്ദേഹത്തിന്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ഫുൾ പവർ എടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ടേക്ക് എഴയാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഒരു വിസ്തൃതമായിട്ടുള്ള ആ ഒരു കുഴിയിലോട്ട് ഇദ്ദേഹം ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ചെന്ന് പെട്ടേക്കുന്നത് ഒരു വിസ്തൃതമായിട്ടുള്ള ഒരു ഏരിയയിലോട്ടായിരുന്നില്ല, വളരെയധികം ഇടുങ്ങി കിടക്കുന്ന ഒരു കുഴിയിലോട്ടായിരുന്നു. ഡെഡ് എന്താണെന്ന് മനസ്സിലാക്കി ജോൺ ജോൺസ് അദ്ദേഹത്തിന്റെ പുറകിലൂടെ വന്നിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരനോട് ബാക്കിയുള്ള ആൾക്കാരോട് ഒരു കാര്യം പറയാണ്. ആരും ഇനി മുന്നോട്ടേക്ക് വരരുത്, മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഈ ഒരു ട്രാപ്പിലോട്ട് വന്ന് പെടുമെന്നുള്ളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ജോൺ ജോൺസ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ജോൺ ജോൺസിന്റെ സഹോദരനായിട്ടുള്ള ജോഷ് ജോൺസ് അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും അദ്ദേഹത്തിനെ പിടിച്ച് വലിച്ച് പിന്നോട്ടേക്ക് ആകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഈ കഥയ്ക്കകത്ത് പറയുന്നതായിരുന്നു കേൾക്കാനായിട്ട് സാധിക്കും. അതായത് മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമയിൽ എങ്ങനെയാണ് സുഭാഷിനെ ആ ഒരു മറ്റു കഥാപാത്രം എങ്ങനെയാണ് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചേക്കുന്നത്, അതേപോലെ തന്നെ ഈ ഒരു കഥയിലും ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിനെ പിടിച്ച് കയറ്റാനായിട്ട് നോക്കുന്ന രംഗങ്ങളൊക്കെ ഈ ഒരു കഥയിൽ പറയുന്നതായിരുന്നു കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷെ പല തവണകളിലും ജോൺ ജോൺസിന്റെ കാലുകൾ പിടിച്ച് വലിക്കാൻ നോക്കുന്ന സമയത്തും ജോൺ ജോൺസ് ആ ഒരു കുഴിയിൽ ശരിക്കും പെട്ടേക്കുന്ന കാരണം ഭയങ്കര ഇടുങ്ങിയൊരു വഴിയായതുകൊണ്ട് തന്നെ ജോൺ ജോൺസിനെ സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ജോൺ ജോൺസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമെന്നുള്ളൊരു ആശയമായിട്ട് അദ്ദേഹം ഈ ഒരു കുഴിയുടെ പുറത്തോട്ടേക്ക് വരാണ്. അവിടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരോടെല്ലാം ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇതേ ഒരു കാര്യം പറയാണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ ഇവിടെ അടുത്തുള്ള ആരെങ്കിലും അടുത്തുനിന്ന് നമ്പർ മേടിച്ചതിന് ശേഷം 911 വിളിച്ച് പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ജോൺ ജോൺസിനെ രക്ഷപ്പെടുത്താമെന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ജോർജ് ജോൺസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ജോർജ് ജോൺസ് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരാളുടെ ഫോൺ മേടിച്ചതിന് ശേഷം 911 എന്ന് പറയുന്ന അവിടുത്തെ എമർജൻസി നമ്പറിലോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ഭാഗമായിട്ട് ആദ്യം അവിടെ എത്തിച്ചേരുന്ന റെസ്ക്യൂർ എന്ന് പറയുന്നത് സൂസൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇവര് അത്യാവശ്യം റെസ്ക്യൂ മിഷനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവർ ആദ്യമായിട്ട് ഈ റെസ്ക്യൂന്റെ ഭാഗമായിട്ട് ഒരു കേവിലോട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ജോൺ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ കണ്ടെത്തുന്നു. ഇദ്ദേഹത്തിന്റെ കാലുകൾ പിടിച്ച് വലിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്. പലതവണ വലിക്കാനായിട്ട് രക്ഷപ്പെടുത്താനായിട്ട് നോക്കിയിട്ടും അതൊന്നും സാധിച്ചില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ പരിശ്രമിച്ചിട്ട് നടക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശേഷം റിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു റെസ്ക്യൂവർ ഈ ഒരു കുഴിയിലോട്ട് ഇറങ്ങി ജോണിനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നതായിട്ട് കേൾക്കാൻ പറ്റും. 4 തരത്തിലായിരുന്നു ഇവർ ഈ ഒരു പരിശ്രമം നടത്താനായിട്ട് ശ്രമിച്ചായിരുന്നത്. ആദ്യം കല്ലുകൾ വെട്ടിപ്പൊളിച്ചുകൊണ്ട്, നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന പോലെ മറ്റൊരു വശത്തിലൂടെ കല്ലുകൾ വെട്ടിപ്പൊളിച്ചുകൊണ്ട് ജോണിനെ ആ ഒരു വഴി രക്ഷപ്പെടുത്താമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ആദ്യം വിചാരിച്ച ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ തല കമിഴ്ന്നെടുക്കുന്ന ജോണിനെ സംബന്ധിച്ചിടത്തോളം കല്ല് പൊട്ടിച്ച് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ജോണിന്റെ ജീവന് തന്നെ ആപത്താന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയ റെസ്ക്യൂ മിഷൻ പിന്നീട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓയിൽ മറ്റൊക്കെ ഒഴിച്ചുകൊണ്ട് കുറച്ച് ഫ്രീ ആക്കിക്കൊണ്ട് ജോണിനെ വലിച്ചെടുക്കാമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇവിടെയും വന്നിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജോൺ എന്ന് പറയുന്ന ഈ വ്യക്തി കിടക്കുന്നത് തല കമിഴ്ന്നാണ്. പിന്നീട് അവർ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റോപ്പ് ഇട്ടുകൊണ്ട് കാലുമ കെട്ടിക്കൊണ്ട് കയർ കെട്ടിക്കൊണ്ട് വലിക്കാമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ റോപ്പ് കാലുമ കെട്ടി വലിക്കാൻ നോക്കുന്ന സമയത്തും വളരെ ഇടുങ്ങിയ വഴിയായതുകൊണ്ടും വളരെ ദൂരം അദ്ദേഹം കവർ ചെയ്തുകൊണ്ട് തന്നെ ഈ റോപ്പ് വലിക്കുന്ന നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആക്ച്വലി നടക്കാത്ത ഒരു അവസ്ഥയായിട്ട് മാറാണ്. പിന്നീട് നമ്മൾ കിണറ്റിലും മറ്റൊക്കെ യൂസ് ചെയ്യുന്ന പോലെ പുള്ളി ആൻഡ് റോപ്പ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് പുള്ളിയും റോപ്പും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് വലിച്ചെടുക്കാൻ നോക്കുന്ന പരിശ്രമങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. റിയാൻ എന്ന് പറയുന്ന ഈ റെസ്ക്യൂർ വന്നേക്കുന്ന സമയത്ത് ഈ ഒരു റോപ്പ് ആൻഡ് പുള്ളി ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഭാഗം എന്ന് പറയുന്നത്. റിയാൻ എന്ന് പറയുന്ന ഈ റെസ്ക്യൂവർ ഈ ഒരു ജോൺ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നെത്തിയതിനു ശേഷം കാലുമ കയറ് കെട്ടുന്നു. അതിനുശേഷം ഈ കയറ് പിടിച്ച് വലിക്കാൻ നോക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ഈ കയറ് പിടിച്ച് വലിച്ച സമയത്ത് ജോൺ കുറച്ച് പൊന്തിയതായിട്ട് അവിടെ പറയുന്നുണ്ട്.
ഓരോ പ്രാവശ്യം പൊന്തിക്കാനായിട്ട് 15 മിനിറ്റോളം എടുത്തു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം ഈ റോപ്പ് എന്ന് പറയുന്നത് വളരെ ദൂരത്ത് നിന്ന് വലിക്കുന്ന കാരണം തന്നെ ഓരോ വലിയും 15 മിനിറ്റ് എടുത്തുകൊണ്ടായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ റിയാൻ എന്ന് പറയുന്ന ഈ റെസ്ക്യൂവർ ആദ്യത്തെ പ്രാവശ്യം ഒരു പുള്ളി വലിക്കുന്നു, ജോൺ കുറച്ച് പൊന്തി വരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു പുള്ളി വലിക്കുന്നു, ജോൺ പിന്നെയും കുറച്ച് പൊന്തി വരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഈ ഒരു പുള്ളി വലിക്കുന്ന സമയത്ത്, ഈ ഒരു കയറ് വലിക്കുന്ന സമയത്ത് ജോണിന്റെ ഫേസ് മുഖം കാണാനായിട്ട് സാധിച്ചായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കഥയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇവരുടെ ഉദ്ദേശങ്ങളെല്ലാം ഇവരെങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്നുള്ളൊരു പ്ലാനോട് കൂടി തന്നെ നാലാമത്തെ തവണ വലിക്കാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ വലിയൊരു അഗ്നി പറ്റിയത്, വലിയൊരു അബദ്ധം പറ്റിയത്. കയറാൻ പുള്ളി എന്ന് പറയുന്ന ടെക്നിക്കായിരുന്നു, റോപ്പ് ആൻഡ് പുള്ളി എന്ന് പറയുന്ന ടെക്നിക്കായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യപ്പെട്ടിരുന്ന പുള്ളി എന്ന് പറയുന്ന ആ ഒരു വസ്തു റിയാന്റെ തലയിലോട്ട് വന്ന് അടിക്കാണ്. ആ ഒരു പുള്ളി പൊട്ടിപ്പോകുന്നു, ആ ഒരു പ്രഷറിൽ പുള്ളി പൊട്ടിപ്പോകുന്നു. ആ ഒരു പുള്ളി വന്നിട്ട് റിയാന്റെ തലയിൽ വന്ന് അടിക്കുകയാണ്. വളരെ കട്ടി കൂടിയൊരു വസ്തു ആയതുകൊണ്ട് തന്നെ റിയാന്റെ തലയിൽ വന്ന് അടിക്കുന്ന സമയത്ത് തന്നെ റിയാന്റെ തല പൊട്ടി ചോര ഒഴുകുന്നു, വല്ലാത്തൊരു അവസ്ഥയാവുന്നു. അതുകൊണ്ട് തന്നെ റിയാന്റെ ആ ഒരു റെസ്ക്യൂ മിഷനും പിന്നീട് അവിടെ പാളി പോവാണ്. ഈ സമയത്ത് തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും വിധി എഴുതാണ്. ഇപ്പൊ ഏകദേശം 4 മണിക്കൂറോളായിട്ട് ഈ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. 4-5 മണിക്കൂറായി ഈ ഒരു മനുഷ്യൻ ആ ഒരു ഗുഹയുടെ അകത്ത് തല കമിഴ്ന്ന് കിടക്കുന്നു. ഓക്സിജൻ കുറവാണ്. ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ജോൺ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ജീവന്റെ ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 10 മണിക്കൂർ മാത്രമാണ്. അതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ജോണിന്റെ ജീവന് തന്നെ ആപത്താന്നുള്ളൊരു കാര്യം ഡോക്ടേഴ്സ് വിധി എഴുതാണ്. ഇനി വരാൻ പോകുന്ന ഓരോ മൊമെന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. കാരണം നമ്മളുടെ നെഞ്ചിടിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടുന്ന തരത്തിലാണ്. അതായത് ലൈക്കാസ് എങ്ങനെയാണോ മഞ്ഞുമൽ ബോയ്സിനകത്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയേക്കുന്നത് അതിനേക്കാൾ ഒരിരട്ടി കൂടുന്ന തരത്തിലാണ് ഓരോ പ്രാവശ്യം ഓരോ റെസ്ക്യൂവേഴ്സും ഈ ഒരു കേവിന്റെ അകത്തേക്ക് ചെന്നതിന് ശേഷം ജോണിനെ രക്ഷപ്പെടുത്താനായിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് വിഷ്വലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കഥ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. റിയാൻ എന്ന് പറയുന്ന റെസ്ക്യൂവർ ഈ ഒരു കേവിന്റെ അകത്തേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം പരാജയപ്പെട്ടേക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം റിയാന്റെ അച്ഛൻ, അദ്ദേഹം ഒരു കേവ് റെസ്ക്യൂ എക്സ്പേർട്ടാണ്. അദ്ദേഹം ഈ ഒരു കുഴിയിലോട്ട് ചെന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ഒരു കുഴിയിലോട്ട് ചെന്നതിന് ശേഷം ജോണിന്റെ കാലുമ കെട്ടിയിരിക്കുന്ന കയറ് അരഭാഗത്തോട്ടേക്ക് കെട്ടിയതിനു ശേഷം പിടിച്ചു വലിക്കാനായിട്ട് നോക്കുന്ന സമയത്തും ജോൺ അത്രയധികം കുടുങ്ങി കിടക്കുന്ന കാരണം തന്നെ റിയാന്റെ അച്ഛനും ഈ ഒരു റെസ്ക്യൂ മിഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ വെച്ച് റിയാന്റെ അച്ഛന് ഒരുപാടധികം ബ്ലീഡിംഗ് മറ്റൊക്കെ, അദ്ദേഹത്തിന്റെ കൈ മറ്റൊക്കെ പോറിക്കൊണ്ട് സ്ക്രാച്ച് മറ്റൊക്കെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മറ്റൊക്കെ ഒരുപാട് പൊട്ടി ഒലിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ആ റെസ്ക്യൂ മിഷനും കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ആയി പോവാണ്. ഒടുവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ മിഷൻ ടീം ഒരു കാര്യം തീരുമാനിക്കുകയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ജോണിനെ ഒരു പ്രാവശ്യം കൂടി ഒരാളെ കൂടി വിട്ടുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. അതിന്റെ ഭാഗമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ മിഷൻ പുതിയൊരാളെ ഈ ഒരു ഗുഹയുടെ അകത്തോട്ടേക്ക് വിടാണ്. ഇയാൾ അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു കയറ് പിടിച്ച് വലിക്കാനായിട്ട് നോക്കുന്നു. ജോണിന്റെ ഭാഗത്തുനിന്ന് തിരിച്ച് ഒരു റെസ്പോൺസ് അവിടെ ഉണ്ടാവുന്നില്ല. അത്രയും നേരം ഓരോ റെസ്ക്യൂവേഴ്സ് പോകുന്ന സമയത്തും ജോണിന്റെ ഭാഗത്തു നിന്നൊരു കോപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഈ ഒരു പ്രാവശ്യം പുതിയ റെസ്ക്യൂവർ ചെന്നിരിക്കുന്ന സമയത്ത് ജോണിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസ് മറ്റൊന്നുമില്ല. പിന്നീട് സംശയം തോന്നിയ ആ ഒരു ടീം മെഡിക്കൽ ടീമിനെ ഈ ഒരു കേവിന്റെ അകത്തേക്ക് വിട്ടതിന് ശേഷം ചെക്ക് ചെയ്ത സമയത്താണ് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായത്. ജോൺ എന്ന് പറയുന്ന 24 വയസ്സുകാരൻ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത, അങ്ങനെ ആ ഒരു സത്യം അദ്ദേഹത്തിന്റെ വൈഫ് തിരിച്ചറിയാണ്. പിന്നീട് അവിടെ ഉണ്ടാവുന്ന അവസ്ഥയെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ സീനായിരുന്നു. ഓൾറെഡി അവർ ഗർഭിണി മറ്റൊക്കെ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അവർ ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. കാരണം സ്വന്തം ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് വരുന്നില്ല. പക്ഷേ ഭർത്താവ് മരിച്ചു എന്നുള്ളൊരു കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്. നവംബർ 25-ാം തീയതി ഉദ്ദേശം 11:56 കൂടിയിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നത്. പിന്നീടുണ്ടായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ബോഡി എങ്ങനെയെങ്കിലും പുറത്തോട്ടേക്ക് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് ബോഡി അടക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബോഡി വേണം. അതായത് ഇദ്ദേഹത്തിന്റെ ബോഡി എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുത്തതിന് ശേഷം, കാലൊടിച്ചിട്ടാണെങ്കിലും ഈ ഒരു ബോഡി പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇത് കൃത്യമായിട്ട് അടക്കം ചെയ്യണം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു മിഷന്റെ ഭാഗമായിട്ട് പല തവണ ഇവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോഡി പോലും അവർക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ട്രാജഡി എന്ന് പറയുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ഇപ്പോൾ ഗുണ കേവിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 13 പേര് മരണപ്പെട്ടേക്കുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് ഒരു മിനിസ്റ്ററിന്റെ മകൻ പോലും വീണേക്കുന്ന സമയത്ത് പോലും അവിടെ കാശ് കൊടുത്തിട്ട് പോലും ആ ഒരു ബോഡി പോലും തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു ബോഡി പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എന്നാൽ കാണാനായിട്ട് വരുന്നുണ്ട്. റെസ്ക്യൂ മിഷന് പോയിക്കുന്ന ആൾക്കാർ ഈ ബോഡി കാണാൻ വരുന്നുണ്ട്. പക്ഷെ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ആ ഒരു ബോഡി അവിടെ കിടക്കാണ്. പിന്നീട് വൈഫിന്റെ കൺസെന്റോട് കൂടിയിട്ട്, വൈഫിന്റെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ജോണിന്റെ ബോഡി ആ ഒരു കേവിന്റെ അകത്ത് തന്നെ, ആ ഒരു ഗുഹയുടെ അകത്ത് തന്നെ അടക്കം ചെയ്യാം എന്നുള്ളൊരു കാര്യം അവിടെ തീരുമാനിക്കുകയാണ്. പിന്നീട് ആ കേവിന്റെ അകത്ത് തന്നെ ജോണിന്റെ ബോഡി സംസ്കരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കേവ് എന്നേക്കുമായിട്ട് സീല് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് ഇന്ന് വരെ ആ ഒരു കേവ് ഇതുവരെ തുറന്നിട്ടില്ല. ഒരു പ്രാവശ്യം അടച്ചേർന്ന ആ ഒരു കേവ് തുറന്നേക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന വീണ്ടും വന്നേക്കുന്ന ഇത്രയും വലിയൊരു അപകട കാരണം തന്നെ നട്ടുപുട്ടി കേവ് എന്ന് പറയുന്ന ഒരു കേവ് എന്നേക്കുമായിട്ട് കോൺക്രീറ്റ് ഇട്ട് സീൽ ചെയ്ത് കളഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് ആ കേവിനെ കുറിച്ച് പറയുന്ന ഓട്ടോഗ്രാഫിയിൽ പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത്. ഇത് പിന്നീട് ദി ലാസ്റ്റ് ഡിസെന്റ് എന്ന് പറയുന്ന സിനിമയായിട്ട് വന്നിരുന്നു. ഈ സിനിമ കാണാത്തവർക്ക് തീർച്ചയായിട്ടും പോയി കണ്ടുനോക്കാം. കാരണം ആ സിനിമയുടെ വിഷ്വൽസ് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അത്രയും ഗംഭീരമായിട്ടുള്ള രീതിക്ക് നല്ല രീതിക്ക് റെസ്പോൺസുകൾ മറ്റൊക്കെ കിട്ടിയിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഹോളിവുഡ് സിനിമയായിട്ടുള്ള, അമേരിക്കൻ സിനിമയായിട്ടുള്ള ദി ലാസ്റ്റ് ഡിസെന്റ് എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരുപാട് സ്വപ്നങ്ങളായിട്ട് മഞ്ഞുമൽ ബോയ്സിൽ ബോയ്സ് പോയിക്കുന്ന പോലെ സന്തോഷിക്കാനായിട്ട് ഉല്ലസിക്കാനായിട്ട് പോയിക്കുന്ന ഒരു ടീം തന്നെയായിരുന്നു ഇവരെന്ന് പറയുന്നത്. ഇവർ മറ്റൊരു മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. ദാറ്റ്സ് ഫ്രം അമേരിക്ക എന്ന് മാത്രം.
പക്ഷെ പോയിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന നഷ്ടം എന്ന് പറയുന്നത് 24 വയസ്സുകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, അയാളുടെ മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു, ഒരു ഫ്രണ്ട്സിന് നല്ലൊരു കൂട്ടുകാരനെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു വലിയൊരു ഈവൻറ്റിനകത്ത് അവിടെ സംഭവിച്ചൊരു ട്രാജഡി എന്ന് പറയുന്നത്. ഇത്ര പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതിന്റെ ട്രാജഡി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ആൾക്കാർ ഈ ഒരു കുഴിയിലോട്ട് ഇറങ്ങുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തുവരെയാണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഐ മീൻ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ ത്രില്ലർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു സർവൈവൽ ത്രില്ലർ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ എൻഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം ട്രാജഡി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കഥ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മലയാള സിനിമയിൽ വരാണെന്നുണ്ടെങ്കിൽ മറ്റൊരു മഞ്ഞുമൽ ബോയ്സായി മാറുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. എനിവേസ് കൺഗ്രാജുലേഷൻ ടു ദ ടീം മഞ്ഞുമൽ ബോയ്സ് ഫോർ ദർ ഹിസ്റ്റോറിക്കൽ സക്സസ്. മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിരിക്കുന്ന അവർക്ക് എല്ലാവിധ കൺഗ്രാജുലേഷൻസ് കൊടുത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ടു നാൾസി ബൈ സൈനിങ് ഔട്ട്. ബൈ.